ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് സൈക്കോളജി സിലബസിൽ നിന്നുള്ള എല്ലാ യൂണിറ്റിനെയും ബേസ് ചെയ്ത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ട്സ്, ലിസ്റ്റ് ഡൗൺ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കാണുന്നുണ്ട്. ഇത് പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രമാണ് എക്സാമിന് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും 75% കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അനാട്ടമി, ഫിസിയോളജി പോലെ തന്നെ സൈക്കോളജി, സോഷ്യോളജി 75 മാർക്സിലാണ് വരുന്നത്. ഇതിൽ സൈക്കോളജി 38ലാണ് വരുന്നത്. ഇതിൻ്റെ ഹാഫ് മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് സൈക്കോളജിക്ക് നിങ്ങൾ പാസ്സാകുന്നത്. ഇതിൽ MCQ 7 മാർക്സ്, എസ്സേ 10 മാർക്സ്, ഷോർട്ട് നോട്ട്സ് 3x5 അതായത് 15 മാർക്സ്, ലിസ്റ്റ് ഡൗൺ 3 എണ്ണം 2 മാർക്ക് വെച്ച് അങ്ങനെ 6 മാർക്ക്, ടോട്ടൽ 38 മാർക്കാണ് സൈക്കോളജി എക്സാമിനും നിങ്ങൾക്ക് 1.5 ഹവറാണ് കിട്ടുന്നത്. ഈ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ എക്സാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എക്സാമിൽ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എക്സാമിൻ്റെ ഓരോ ടൈപ്പ് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാം പ്രിപ്പറേഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വാച്ച് ചെയ്താൽ മതി. ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്സിനാണ് വരുന്നത്. ഇതിൽ ഡിഫൈൻ മോട്ടിവേഷൻ, എക്സ്പ്ലെയിൻ ഡീറ്റെയിൽസ് ഇൻ എനി 3 തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന് ചിലപ്പോൾ 2+8 അങ്ങനെ 10 ആണെങ്കിൽ ഡിഫൈൻ മോട്ടിവേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്സ്, അത് ഒരു ഡെഫിനിഷന് മാത്രം നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടുന്നതായിരിക്കും. ഇൻ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ എനി 3 തിയറീസ് ഓഫ് മോട്ടിവേഷൻ, അപ്പോൾ 3 തിയറി നിങ്ങൾ എഴുതണം. ഓരോ തിയറിക്കും അവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെ എത്ര ഓരോ തിയറിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ മോട്ടിവേഷൻ, എക്സ്പ്ലെയിൻ ഇൻ detail any 3 theories of motivation. Second, define interpersonal relationship, explain the types, barrier and strategies to overcome barriers in interpersonal relationship. Define psychology, describe various branches and scope of psychology. സൈക്കോളജിയുടെയൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2 മാർക്കിനൊക്കെ ആണെങ്കിൽ 2 ഡെഫിനിഷൻ എഴുതിയാലാണ് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്ട്രെസ്, ഡിസ്ക്രൈബ് അബൌട്ട് ദ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് സ്ട്രെസ്. ഡിഫൈൻ ഇൻ്റലിജൻസ് ആൻഡ് റൈറ്റ് ദ വേരിയസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്. ഇത് തന്നെയാണ് ഷോർട്ട് നോട്ട്സിലും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എസ്സേക്കും ഷോർട്ട് നോട്ട്സിനും ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഡിഫൈൻ പേഴ്സണാലിറ്റി, ഡിസ്ക്രൈബ് ദ സൈക്കോ അനലിറ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി. ഡിഫൈൻ പെർസെപ്ഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പെർസെപ്ഷൻ. ഇതിൽ ഷോർട്ട് നോട്ട്സിന് മേ ബി ജസ്റ്റ് പ്രിൻസിപ്പിൾ ചോദിക്കാം, അല്ലെ ഫാക്ടേഴ്സ് ചോദിക്കാം. സോ ഈ എസ്സേ പഠിച്ചാൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സും എഴുതാം. വാട്ട് ഡു യു മീൻ ബൈ മെൻ്റൽ ഹെൽത്ത്? ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് നഴ്സ് ഇൻ ഹാൻഡ്ലിംഗ് ദ പ്രോബ്ലംസ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. Define mental health, describe the promotive and preventive mental health strategies and service. Define personality, explain the factors influencing the growth and development of personality. Define learning, explain classical and apparent conditioning of learning with its example. ഇതൊക്കെയാണ് എസ്സേ ക്വസ്റ്റ്യനകത്ത് വരുന്നത്. ഈ ഷോർട്ട് നോട്ട്സിലും ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് അഡോളസൻസ്, മെത്തേഡ് ടു ഇംപ്രൂവ് മെമ്മറി, എനി 3 ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, എക്സ്പ്ലെയിൻ എനി 2 തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ്, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ ഡെവലപ്മെൻറ്റ്, ഇലാബറേറ്റ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി, relationship between language and communication, differentiate between attitude and aptitude, describe the nature of learning, cardinal and central traits, concepts of guidance and counseling. Projective test, explain interoception method, explain Erickson's psychosocial development theory, explain any 2 intelligent tests, describe stress cycle, enumerate scope of psychology. Explain operant conditioning with a suitable example. Discuss any 3 ego defense mechanism with suitable example. Discuss the hierarchy theory of motivation with suitable diagram. Characteristics of mentally healthy person. Explain achievement test. Psychology of old age.
factors affecting attitudinal changes, explain the theories of emotion, explain any 4 intelligence tests in detail, describe step in conflict resolution, enumerate behavioral changes during stress. Assessment of emotion, explain experimental method with a suitable example, explain steps in counseling, use of intelligence tests, stress management, explain the role of a nurse in mental health. Emotion and its components, psychometric assessment of cognitive process, incentive theory of motivation, explain the Freud's model of personality, briefly explain the psychometric assessment of attitude, Gestalt law of perceptual organization. ഇതൊക്കെയാണ് ഷോർട്ട് നോട്ട്സിൽ വരുന്നത്. ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാം. മോസ്റ്റ് ഓഫ് ദ ഷോർട്ട് നോട്ട്സും ഏകദേശം റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഇയറിലൊക്കെ റിപ്പീറ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതിൽ നിങ്ങൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പോകണം. എങ്കിൽ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ലിസ്റ്റ് ഡൗൺ. First, define personality, observation method, role of nurse with vulnerable group, applying soft skill to workplace and society, role of nurse in empowering others, genetics and behavior, define attitude, factors influencing memory, റോൾ ഓഫ് നേഴ്സ് ഇൻ സപ്പോർട്ടിംഗ് നോർമൽ ഗ്രോത്ത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ മേ ബി ചിന്തിക്കും ഇതെങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നു. ലാസ്റ്റ് 3 എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണിത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ലിസ്റ്റ് ഡൗണിൽ വരും. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, ടൈപ്പ് ഓഫ് സോഫ്റ്റ് സ്കിൽ, ടൈപ്പ് ഓഫ് മെമ്മറി, ബയോളജിക്കൽ മോട്ടീവ്സ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, എറർ ഇൻ പെർസെപ്ഷൻ, ടൈപ്സ് ഓഫ് തിങ്കിങ്, types of theory of personality, types of conflicts, types of aptitude, list the branches of psychology, warning sign of poor mental health, enumerate any 4 characteristics of mentally healthy person, theories of forgetting, determinants of attention. ഈ ലിസ്റ്റ് ഡൗണിൽ കണ്ട ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സിൽ കണ്ട ക്വസ്റ്റ്യൻസും പലതും സെയിം ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എസ്സേ, ലിസ്റ്റ് ഡൗൺ ആൻഡ് ഷോർട്ട് നോട്ട്സ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ഈ 2 ദിവസങ്ങളിൽ പഠിച്ചിട്ട് പോകുക. നെക്സ്റ്റ് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്. MCQ ഒരു മജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ വരും, അത് ഇതേ പാറ്റേണിലാണ് എന്നൊന്നും പ്രോമിസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ മീനിങ് നിങ്ങൾക്കൊന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ MCQ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 ബുക്സ് ഒന്ന് മാറി റെഫർ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾ ഏത് ബുക്കാണ് റെഫർ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്ക് ഈ സോഷ്യോളജിയുടെ റെഫറൻസ് ലിസ്റ്റിൽ, അതായത് നിങ്ങളുടെ സിലബസിൻ്റെ റെഫറൻസ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ബുക്സ് തന്നെ ആയിരിക്കണം. ഇതിലെ ആൻസറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുകയാണ് വാട്ട് യു ആർ തിങ്കിങ് ദാറ്റ് ഇസ് റൈറ്റ്, then you can go with your choice, no issues. First question, which system form the biological basis of behavior? That is nervous system. Always nervous system mental behavior ആയിട്ട് closely connected ആണ്. The connection between body and mind is studied under സൈക്കോസൊമാറ്റിക് റിലേഷൻഷിപ്പ്. മൈൻഡിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സിക്നസ് രീതി റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. അതുപോലെ മൈൻഡും ബോഡിയും തമ്മിലുള്ള എല്ലാ ബന്ധത്തിനും സൈക്കോസൊമാറ്റിക് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. സൈക്കോ മീൻസ് മെൻ്റൽ, സൊമാറ്റിക് മീൻസ് ഫിസിക്കൽ. Which part of the body control most psychological function? That is brain. The transmission of traits from parent to offspring is known as inheritance. Which chemical messenger transmits signal in the brain? That is neurotransmitters. Which lobe of the brain is primarily responsible for reasoning and decision making? That is frontal lobe. Abnormal perception without external stimuli is called hallucination. ഹാലുസിനേഷൻ, ഇല്യൂഷൻ, ഡെലൂഷൻ, ഇത് നിങ്ങൾ സ്പെഷ്യലി പഠിച്ചിരിക്കണം. വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലേ ആണ് ഹാലുസിനേഷൻ, വിത്ത് സ്റ്റിമുലേ അതായത് ഫോൾസ് പെർസെപ്ഷനാണ് ഇല്യൂഷൻ. അത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ദ അബ്നോർമൽ ഡിക്രീസ് ഇൻ സെൻസേഷൻ ഈസ് നോൺ ആസ് ഹൈപ്പോതേസിയ. ദ സ്റ്റഡി ഓഫ് how heredity influence behavior is called behavioral genetics. A mentally healthy person is usually confident and adaptable. ഇതിനെല്ലാം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതിൽ കറക്റ്റ് ആൻസർ മാത്രം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്.
Which of the following is a promotive mental health strategy? That is stress management ആണ്. Preventive mental health service aim to reduce risk factor. Always prevention means risk factor ആണ് അതിൻ്റെ ആക്ച്വൽ ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്നത്. റിസ്ക് ഫാക്ടറിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് always prevention. An example of a primary prevention strategy in mental health is screening programs. Defense mechanism are unconscious psychological strategies. Redirecting unacceptable impulses into acceptable activity is called sublimation. നിങ്ങൾക്ക് ഈഗോ മെൻ്റൽ മെക്കാനിസത്തിൻ്റെ എല്ലാ 10 എണ്ണം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. സബ്ലിമേഷൻ ഒരു പോസിറ്റീവ് മെക്കാനിസമാണ്. ഫ്രസ്ട്രേഷൻ occur when needs are unmet. Coping strategies are used to manage emotional distress. The ego operate on the principle of reality principle. Ego reality principle-ലും ID pleasure principle-ലും സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിളിലുമാണ്. ഈ 3 പ്രിൻസിപ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. While dealing with the ego conflict in patients, nurse should show empathy and patience. Cognitive development involve thinking and learning ability. Psychosocial development focus on social and emotional relationship. Adolescence is a stage of rapid physical and emotional growth. A key task in middle adulthood is generativity. Personality is best defined as a total pattern of thinking, feeling and behavior. Carl Jung classified personality into extrovert and introvert. Personality tests are used to evaluating personality traits. A common tool for personality assessment is MMPI. Alteration in personality may be caused by brain injury or trauma. Role of nurse in identifying personality include observing patient behavior. Improvement in altered personality can be achieved through counseling and therapy. Attention is defined as active focusing on stimulus. Duration of attention referred to time span of focus. Perception is affected by motivation and past experience. The principle of proximity in perception state that closer elements are grouped together. Intelligence referred to ability to learn, reason and solve problems. Intelligence is influenced by both heredity and environment. A standard intelligence test is Stanford Binet. Mental deficiency is associated with a low IQ. A child with an IQ below 70 may be classified as mentally retarded. ഈ IQ ലെവൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ നിന്നൊക്കെ എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ബിലോ 70 ഈസ് കൺസിഡേർഡ് ആസ് മെൻ്റലി റിട്ടാർഡഡ്. ബിലോ 20 പ്രൊഫൗണ്ട് ആണ്. 20 to 35 സിവിയർ ആണ്. 35-50 ഈസ് മോഡറേറ്റ്. 50 to 70 ഈസ് മൈൽഡ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഡ്യൂ ടു എക്സ്പീരിയൻസ്. എ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ലേണിംഗ് ഈസ് മോട്ടിവേഷൻ. Memory is the process of storing and recalling informations. Forgetting may be due to interference. Thinking involves mental manipulation of informations. Reasoning is a type of thought process. Aptitude referred to a person's natural ability or talent. Psychometric assessment measures cognitive abilities like memory and reasoning. Motivation is best defined as a process that initiates, directs and sustains goal-directed behavior. Which of the following is a primary biological motive? That's hunger. അത് കുറേ ഓപ്ഷൻസ് കാണും. അപ്പോൾ നിങ്ങൾ ബയോളജിക്കലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കേണ്ടത്. അക്കോർഡിംഗ് ടു മാസ്ലോ, ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മോട്ടിവേഷൻ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതിൻ്റെ ലോവസ്റ്റ് ലെവൽ ബയോളജിക്കൽ നീഡ്സ് ആണ്. ദ മോട്ടിവേഷൻ സൈക്കിൾ ഇൻക്ലൂഡ് need, drive, behavior, goal and reduction of the
particular need. An example of a social motive is achievement. Intrinsic motivation arises from internal desire or satisfaction. A student studying to avoid punishment is driven by extrinsic motivation. Emotions are complex psychological state involving feelings, behavior, and physiological arousal. Classical conditioning is associated with Sigmund Freud, Pavlov, Jean Piaget, Maslow. Answer is Pavlov. Which theory focuses on hierarchy of needs? Sigmund Freud's theory, Pavlov's theory, Maslow's theory, Skinner's theory. The answer is Maslow's theory of hierarchy. A patient constantly boasting to cover up feelings of inadequacy may be displaying regression, compensation, repression, fixation. Answer is compensation. A person blaming others for their own failure is sublimation, projection, denial, suppression. That is projection. Emotional development begins in infancy. A common alteration of emotion in sickness is depression, which is a healthy way of handling emotion in self and others, that is expressing emotions appropriately. Nurse manages patient's emotion by providing empathetic communication. Emotional intelligence includes recognizing and managing one's own and others' emotion. Stress is a response to a perceived threat or demands. Stressor is an event or condition causing stress. Adaptation in psychology means adjusting to changes or stressors. The coping mechanism involves managing stress positively or negatively. Aptitude is defined as a stable way of thinking or feeling towards a person, object, or event. Attitude change in healthcare is important for enhancing nurse-patient relationship. Psychometric assessment is used to measure emotions and attitude. Commonly used tool to measure attitude is Likert scale. Role of nurse in caring for emotionally sick client include providing emotional support and therapeutic communication. A nurse identifies emotional disturbance in a patient by observing verbal and non-verbal cues. Psychological assessment is primarily used to evaluate mental functions and behavior. Which of the following are psychological tests? ഇതിൽ മുഴുവൻ സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതിൻ്റെ അകത്ത് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ എന്തോ സംതിങ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് സൈക്കോളജിക്കൽ ടെസ്റ്റിലല്ല. ഇത് മൂന്നും സൈക്കോളജിക്കൽ ടെസ്റ്റ് തന്നെയാണ്. An aptitude test is used to measure specific ability or potential. The MMPI is a well-known tool used for personality assessment. The principles of objectivity in a test means results are independent of the scorer's bias. A psychological test should be reliable, valid, and standardized. Intelligence test primarily measures mental ability and reasoning. Which of the following is the self-report inventory? That means MMP is a self-report inventory. Self-empowerment is defined as gaining control over one's action, emotions, and decision. Which of the following is a dimension of self-empowerment? Self-awareness and confidence. Self-empowerment development focus on building personal confidence and decision-making ability. Women's empowerment is important because enhance women's right and contribute to social changes. Professional etiquette include effective communication, respect, and appropriate behavior. Personal grooming involve practicing good hygiene and dressing appropriately. The role of a nurse in empowering others include promoting the autonomy and well-being of patients. Women's empowerment in society contribute to improved health, education, and participation in the workforce. Self-empowerment is most effectively achieved through self-awareness, goal setting, and continuous growth. What is the meaning of the term psychology? Study of behavior and mental process.
Clinical psychology is primarily concerned with diagnosing and treating mental disorder. Which branch of psychology deals with workplace behavior? That is industrial psychology. A key characteristics of a good psychological test is it gives the same result over time. That means reliable. It should be reliable. The ability of a test to measure what it is supposed to measure is known as validity. The process of establishing norms and uniform procedure for a test is called standardization. In Pavlov's experiments, the dog's salivation triggered by the sound of the tone was considered to be which of the following? Unconditional response, unconditional stimulus, conditional response or conditional stimulus. The answer is conditional response. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് സെമി വന്നതാണ്. സൈക്കോളജി ഫസ്റ്റ് ബിഗാൻ ആസ് എ പാർട്ട് ഓഫ് science, philosophy, mysticism, anthropology. The answer is philosophy. The debates among psychologists regarding the relative contribution of environment and heredity to the development process is called the critical period, the nature-nurture controversy, the stage controversy, behaviorism. The answer is nature-nurture controversy. രണ്ട് പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നതാണ്. ടു പ്രിവെൻറ്റ് ഇറ്റ് സെൽഫ് ഫ്രം ബീങ് ഓവർവെൽംഡ് ബൈ എക്സസീവ് ഡിമാൻഡ്സ് ഫ്രം ദ ഐഡി ആൻഡ് സൂപ്പർ ഈഗോ, ദ ഈഗോ റിലൈ ഓൺ ഈഡിപ്പസ് കോംപ്ലക്സ്, ഡിഫെൻസ് മെക്കാനിസം, ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ, ദ പ്ലഷർ പ്രിൻസിപ്പിൾ. ദ ആൻസർ ഈസ് ഡിഫെൻസ് മെക്കാനിസം. റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈഗോയും പ്ലഷർ പ്രിൻസിപ്പിൾ ഐഡിയുമാണ്. ഈഡിപ്പസ് കോംപ്ലക്സിന് ഇതായിട്ട് യാതൊരു റിലേഷനും ഇല്ല. The defining characteristics of which of the following is that they express an evaluation of some object? Attitude, belief, interaction, perception. The answer is attitude. ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മറ്റു ക്വസ്റ്റ്യനുകളെക്കാളും കുറച്ച് ടഫായിട്ട് വരാനാണ് ചാൻസ്. ഇൻ ഫ്രോഡിയൻ തിയറി, the dash is the executive structure that is directed by the reality principle. Always reality principle is connected to ego. ID, libido, super ego, ego. ID, libido ഒന്നിച്ച് വരുന്നതാണ്. സൂപ്പർ ഈഗോ, മൊറാലിറ്റി, ഈഗോ. സോ റിയാലിറ്റി എവിടെ കണ്ടാലും നിങ്ങൾ ഈഗോയാണ് എഴുതേണ്ടത്. The emergency part of the nervous system that prepare the body for fight or flight is the dash branch. എമർജൻസി ബ്രാഞ്ച് പാരാസിമ്പതറ്റിക്, പെരിഫറൽ, സിമ്പതറ്റിക്, സോമാറ്റിക്. അതിൻ്റെ ആൻസർ സിമ്പതറ്റിക് ആണ്. ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് എൻ്റെ ഹോർമോൺ അഡ്രിനാലിനാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്നതാണ്. കോൺഫ്ലിക്റ്റ് ദാറ്റ് റിക്വയർ ചൂസിങ് ദ ലെസർ ഓഫ് ടു ഈവിൾ ആർ അപ്രോച്ച് ടു അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ഈവിൾ തിങ് അല്ല. അവോയ്ഡൻസ് ടു അവോയ്ഡൻസ്, അപ്രോച്ച് അവോയ്ഡൻസ്, ഡബിൾ അപ്രോച്ച് അവോയ്ഡൻസ്. ആൻസർ അവോയ്ഡൻസ് ടു അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്. Information learned earlier disrupt the recall of newer material is proactive interference, retroactive interference, retrograde amnesia, decay. And the answer is A, proactive interference. The blocking of behavior directed towards a goal is frustration, stress, pressure, strain. The answer is frustration. Which is the first stage of general adaptation syndrome? Opening, resistance, alarm, exhaustion. The answer is alarm. Alarm stage ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് അതിൻ്റെ ആ സ്റ്റേജസ് ഒക്കെ ജസ്റ്റ് അറിയുന്നത് നല്ലതാണ്. എ പേഴ്സൺ വിത്ത് എ പ്രൊഫൗണ്ട് ലെവൽ ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ ഫോൾസ് ഇൻ IQ ഓഫ് ഡാഷ് 61 to 70, 35 to 49, 50 to 69, less than 20. പ്രൊഫൗണ്ട് ഓൾവേസ് ലെസ് ദാൻ 20 ആണ്. മെൻ്റലിൻ്റെ ഓൾറെഡി IQൻ്റെ ലെവൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് ലെസ് ദാൻ 20 ഓൾവേസ് പ്രൊഫൗണ്ട് ആണ്. ഇതൊക്കെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ഒരു പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് വരില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു. അതെല്ലാം 3 പ്രാവശ്യം സെമ്മിൽ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ കൺഫ്യൂഷൻ വരും. ഈ ഓപ്ഷൻസ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റിയും കൺഫ്യൂഷനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങളത് കറക്റ്റായിട്ട് പഠിക്കണം. ഇത്ര മൾട്ടിപ്പിൾ ചോയ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 7 എണ്ണത്തിൽ ഒരു 5 എണ്ണമൊക്കെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. 5 എണ്ണമൊക്കെ
നിങ്ങളുടെ റൈറ്റ് ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. ഇതുപോലെ ബൈ ഹാർട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. സോ നിങ്ങൾക്ക് സൈക്കോളജിക്കും സോഷ്യോളജിയും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പോയാൽ നിങ്ങൾ 2 സബ്ജക്റ്റിനും ഫെയിലാകുന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിട്ട് 2ലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതുക. അറിയത്തില്ലാത്തത് ഒരെണ്ണം പോലും വിടാൻ പാടില്ല. എല്ലാത്തിനും കുറച്ചൊക്കെ എഴുതി ഹാഫെങ്കിലും ആയിട്ട് എഴുതി വെക്കുക. 1, 2, 2 മാർക്കോ 2.5 മാർക്കോ കിട്ടിയാലും മതി, നിങ്ങൾക്ക് പാസ്സായി പോകാം. ആക്ച്വലി പാസ്സാകാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് എൻ്റെ ഹാഫ് മാർക്ക് എസ് എന്നൊക്കെ ഒരു 4-5 കിട്ടിയാൽ നിങ്ങൾക്കിത് പാസ്സായി പോകാവുന്നതേ ഉള്ളൂ. സോ എല്ലാവരും കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഉള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക.